ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരെ മുംബൈ വിമാനത്താവളം ഒന്ന് കണ്ടിട്ട് നമുക്ക് മുംബൈയിൽ നിന്ന് നേരെ കൊച്ചിയിലോട്ട് പോയൊരു വീഡിയോ ആണ് കാണാൻ പോണത് ഗായ്സ്. ഇതാണ് മുംബൈ എയർപോർട്ട്, മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നല്ല സ്ഥലമുണ്ട്, വലിയൊരു സ്ഥലം തന്നെയാണ്. നല്ല LED വർക്കുകളും ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് സൂപ്പറുണ്ട്. ഇൻറ്റീരിയലൊക്കെ അടിപൊളിയുണ്ട്. വലിയൊരു എയർപോർട്ട് തന്നെയാണ് മുംബൈ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പന്നർ ഉള്ള സ്ഥലം കൂടിയാണ് മുംബൈ. നമ്മൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ നേരെ കൊച്ചിയിലോട്ടാണ് പോകുന്നത്, നമ്മുടെ നാട്ടിലോട്ട്. മുംബൈയിലൊന്ന് കറങ്ങാൻ വന്നാണ്. നേരെ ഉള്ളിൽ കയറി മുംബൈ എയർപോർട്ടിൻ്റെ അടിപൊളി വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യണു. നോക്കാം, വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ആരെങ്കിലും എടുക്കണ്ടെന്ന് പറയണവരെ നമുക്ക് എടുക്കാമല്ലോ. നേരെ നിൽക്കുന്ന ഡിഫൻഡർ കാറാണ്. ഫ്രണ്ടിൽ ലാൽകൃഷ്ണൻ നടന്നുകൊണ്ട് ഞാൻ ലാൽകൃഷ്ണനും കൂടിയാണ് മുംബൈക്ക് വന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള നല്ല ഷോപ്പ്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, കുറേ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെയും ഷോപ്പുകളുണ്ട് അതിനുള്ളിൽ. ഏകദേശം ഒന്ന് ടൈം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ഉണ്ടാവും. ഫ്ലൈറ്റാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്താണ്. പിന്നെ അവിടെ നേരെ നമ്മൾ അദാനീൻ്റെ ലോഞ്ചിൽ കയറി. ലോഞ്ചിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യുകയാണെങ്കിൽ 2 പെഗ് അടക്കം നമുക്ക് ഫ്രീ ആയി കിട്ടും. എല്ലാ ഫുഡും ഉണ്ട്. നൂഡിൽസ്, ബിരിയാണി, ചിക്കൻ കറി, പൊറോട്ട, ചപ്പാത്തി, ഡാൾ ഫ്രൈ, 5-6 ഐറ്റം ബ്രെഡ്സ് ഉണ്ട്. ഒരുപാട് തരം സലാഡുണ്ട്. സലാഡിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഏകദേശം 30 വെറൈറ്റീസ് ഓഫ് സലാഡ്സ് ഉണ്ട്. അടിപൊളിയാണ് ലോഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്കിങ്ങനെ വിമാനമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. നമുക്ക് ഫ്ലൈറ്റ് വരണത് ഏകദേശം 11 മണിക്കാണ്. അത്രയും സമയമുണ്ട്. നമുക്കൊരു 2-3 മണിക്കൂർ ഫുഡ് കഴിച്ച് തീർക്കാമെന്ന് വേണ്ടി ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്. നമുക്ക് ഏകദേശം 10 മണിക്ക് വെളിയിൽ ഇറങ്ങിയാൽ മതി. 2.5 മണിക്കൂറോളം ഞങ്ങൾ ഈ ലോഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം ഫ്രീ ആണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് ത്രൂ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 5 രൂപ ചാർജ് വരുള്ളൂ. ഇൻ്റർനാഷണൽ കാർഡായിരിക്കണം എന്ന് മാത്രം. ഇന്ത്യക്കുള്ള ഏത് എയർപോർട്ടിലും നമുക്ക് ടിക്കറ്റ് കാണിച്ച ഉള്ളിൽ കയറി ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. ഇതാ നമ്മുടെ സാധാ ചോറുണ്ട്, സാമ്പാറുണ്ട്, മഷ്റൂം ഉണ്ട്, ബേബി കോൺ ഉണ്ട് ഫുഡ്, പിന്നെ പാസ്ത ഉണ്ട്, ഹരിയാനത്തൊരു ബിരിയാണി ഉണ്ട്, പിന്നെന്താ സലാഡ്സ്, കുറേ തരം സലാഡുകൾ. സലാഡ് തന്നെ ഏകദേശം ഒരു 25-30 തരം സലാഡുകൾ മാത്രമുണ്ട്. എത്ര വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ നമ്മളൊക്കെ വെളിയിൽ എടുത്തിട്ട് പോയി ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിലിട്ട് പോക്കറ്റിട്ടൊക്കെ കുറേ പെപ്സി, മിറണ്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളെടുത്തു. നല്ലൊരു അടിപൊളി ആംബിയൻസാണ്. അദാനി ലോഞ്ച് അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെളിയിൽ ഇങ്ങനെ കണ്ട കാഴ്ചയാണ് അതിൻ്റെ ഉള്ളിൽ. എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർ സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല. ലോഞ്ചിൽ നമുക്ക് അൺലിമിറ്റഡായി കഴിക്കാം. വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു ബിരിയാണിന് 500-600 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. നേരെ നമ്മൾ എയർപോർട്ട് നമ്മുടെ ടൈമായി. നേരെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാം ഗായ്സ്. നോക്കാം ഫ്ലൈറ്റ് എങ്ങനെയുണ്ട്. ഏകദേശം 3-4 ക്യാബിൻ ക്രൂ ഉണ്ടായിരുന്നു. ഒരു മലയാളിയും 3 നോർത്ത് ഇന്ത്യൻ ഗേൾസും ആയിരുന്നു നമ്മുടെ ക്യാബിൻ ക്രൂ ഉണ്ടായിരുന്നത്. ഇൻഡിഗോ എയർലൈൻസിലാണ് നമ്മൾ കയറിപ്പോയത്. ഏകദേശം ഒരു 150 എബവ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റാണ് ഇൻഡിഗോൻ്റെ. നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ള ഫ്ലൈറ്റാണ് കാണാൻ. നമ്മൾ തായ്ലാൻഡ് പോയപ്പോൾ എയർ ഏഷ്യ വിമാനം ഉണ്ടായിരുന്നു. എയർ ഏഷ്യനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് നമ്മുടെ ഇൻഡിഗോ എയർലൈൻസ്. അടിപൊളി ഒരു പുതിയ വിമാനം ആയതുകൊണ്ടാണ് തോന്നുന്നു. നല്ല നീറ്റ്നെസ് ഉണ്ട് കാണുമ്പോൾ തന്നെ. പിന്നെ ലെഗ് സ്പേസ് ഇത്തിരി കൂടുതലാണ്. ആ തായ്ലാൻഡത്തെ എയർ ഏഷ്യ വിമാനം അതിലൊക്കെ നമുക്ക് എന്താ പറയുക, കാലിൻ്റെ ബൂട്ട് സ്പേസ് വളരെ കുറവായിരുന്നു. നമുക്ക് കാല് നീട്ടിയിരിക്കാൻ പോലും പറ്റില്ല.
കാല് കുറേ നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം പെയിൻ വരും. ഇത് നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ഫ്രണ്ടിൽ നല്ലോണം സ്പേസ് ഉണ്ട്, സുഖമായിട്ട് നോക്കിയിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ അവസാനം നമ്മുടെ സീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം പറയും, സീറ്റ് ബെൽറ്റ് ഇടണം ലാൻഡ് ചെയ്യുമ്പോഴും, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞു തരും. അടിപൊളിയായിട്ടുണ്ട് ഫ്ലൈറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കാർഡ് ത്രൂ ആണ് പേയ്മെൻറ്റ് ചെയ്ത്, ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണ് ഞങ്ങൾ ടിക്കറ്റ് പേയ്മെൻറ്റ് ചെയ്ത്. അതുകൊണ്ട് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ്, ആപ്പ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് കാർഡ് ഓഫർ ഉണ്ടായിരുന്നു, ആപ്പിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന്. നല്ല അടിപൊളി ഫുഡ്, എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് ഫുള്ളായി കഴിച്ചതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും വേണ്ട വിധത്തിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. അതാ കണ്ടോ ഫുഡ്. ഫ്ലൈറ്റ് എടുത്തു, നേരെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇട്ടു, നേരെ റൺവേയിൽ കയറ്റി ഒരൊറ്റ പറപ്പിക്കലുണ്ട്. ഞാൻ ChatGPT ഏകദേശം ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 950 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അറൗണ്ട് ഒരു 1000 കിലോമീറ്റർ. ഇത് മുംബൈ സിറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, നല്ല സ്പീഡാണ്. പക്ഷേ ഒരു എടുക്കുമ്പോഴും അതേപോലെ റൺവേയിൽ കയറി ഫ്ലൈറ്റ് അപ്പാവുമ്പോഴും തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോഴും മാത്രം ചെറിയൊരു ഷെയ്ക്കിങ് ഉണ്ടാവും ഫ്ലൈറ്റിൽ. വേറെ ഒന്നുമില്ല, വേറെയൊക്കെ നോർമൽ തന്നെയാണ്. ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ്. നല്ല രസമാണ്, കാണാനൊക്കെ ഒരു രസമാണ്. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ നല്ല രസമാണ്. കുറേ നേരം ഞങ്ങളിങ്ങനെ ഇരുന്നു. കുറേ അവരെന്തൊക്കെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. മുംബൈ എന്ന് പറഞ്ഞാൽ അതിസമ്പന്നരുടെ നഗരമല്ലേ മുംബൈ. മുംബൈക്ക് 2 ഫേസാണുള്ളത്. ഒന്ന് കോടീശ്വരന്മാരുടെ ഫേസ്, ഒന്ന് വളരെ ദരിദ്രമായ ഫേസ്. മുംബൈ ചേരികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ധാരാവി. ധാരാവിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്താ അത്, വീടുകൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, അടുക്കിട്ട് വെച്ച പോലെ തന്നെയാണ്. ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഏകദേശം ഒരു 10,000 കണക്കിന് വീടുകളുണ്ടാവും. അങ്ങനെയുള്ള ചേരിയാണ് മുംബൈ. ആൾക്കാരുടെ അംബാനി പോലുള്ള ആൾക്കാരുടെ കുറേ പൈസ ഉണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് യാതൊരു ഉപകാരവും ഇല്ല. ആർക്കും അങ്ങനത്തെ ഒരു ഉപകാരമൊന്നും ചെയ്യില്ല. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നേരെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ മുംബൈയിൽ നേരെ കൊച്ചി എത്തി. ട്രെയിനിൽ ഞങ്ങൾ പോയിട്ട് ഭയങ്കര ടൈമായതാണ് ഒരു വട്ടം പോയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം ഫ്ലൈറ്റ് കയറിയത്. ഏകദേശം 26 മണിക്കൂറോളം ട്രെയിനിൽ ഇരിക്കേണ്ടി വരും. ഫ്ലൈറ്റ് ആകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ടൈമേ വേണ്ടു, എക്സ്പെൻസ് കൂടിയാലും. അങ്ങനെ നമ്മൾ റൺവേക്ക് ലാൻഡ് ചെയ്തു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. രാത്രി വ്യൂ. ഏകദേശം സമയം 11:30 എടുത്തു. ഫ്ലൈറ്റ് ഏകദേശം 1.5 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്തു, കൊച്ചി ലാൻഡ് ചെയ്തു. 11:30 എടുത്തിട്ട് 12:30 ലാൻഡ് ചെയ്തു. 12:30 12:45 ഇപ്പോഴത്തെ ടൈം. 12:45 നമ്മൾ ലാൻഡ് ചെയ്തു. റൺവേയിൽ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റ് ഭയങ്കര സേഫായിട്ട് ലാൻഡ് ചെയ്തു. നമ്മുടെ പെട്ടി കളക്ട് ചെയ്യാൻ പോക്കാണ് അടുത്ത പണി. ഇറങ്ങി നമ്മുടെ കുട്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ സെൻസറാണ്, നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പെട്ടി ഇങ്ങനെ ഇറാക്കി കയറ്റി വിടും. അത് കഴിഞ്ഞാൽ നേരെ വരണത് ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഫ്ലൈറ്റ് അതിൽ കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. അതിങ്ങനെ ഫുൾ ഓട്ടോമാറ്റിക് സെൻസർ വഴി